ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫൈനലി ശുഭ്മാൻ ഗില്ലിന് പരിക്കായതുകൊണ്ട് മാത്രം സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിൽ ഒരു അവസരം ലഭിക്കുന്നു. അഞ്ചാമത്തെ T20യിൽ അഭിഷേക് ശർമ്മയോടൊപ്പം ചേർന്ന് തന്റെ കംബാക്ക് മാച്ചിൽ, കംബാക്ക് എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് ഒരുപാട് നാളുകളായല്ലോ അവസരം ലഭിച്ചിട്ട്. അതും ഓപ്പണിംഗിൽ തന്നെ സഞ്ജുവിന്റെ ഫേവറേറ്റ് പൊസിഷനിൽ തന്നെ അവസരം ലഭിച്ചപ്പോൾ സഞ്ജു സാംസൺ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 22 പന്തുകളിൽ 37 റൺസ്, 4 ഫോറുകളും 2 സിക്സറും സഹിതം 168 റൺസിന്റെ തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു പൊളിച്ചെടുക്കുകയായിരുന്നു അഹമ്മദാബാദിൽ. അഹമ്മദാബാദിന്റെ മടയിൽ കയറി സഞ്ജു സാംസൺ പൊളിച്ചെടുക്കിയിരിക്കുന്നു. ചില തകർപ്പൻ ഷോട്ടുകളൊക്കെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ ഷോട്ട്സ് ലൈക്ക് ദിസ് ഹി ഈസ് സോ എക്സ്പ്ലോസീവ് ആൻഡ് ടു ഡേഞ്ചറസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മത്സരത്തിൽ കമന്ററേറ്റർ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ദിസ് ഇസ് ദ ഓപ്പണിംഗ് പെയർ വി നീഡഡ്. നമുക്ക് വേണ്ട ഓപ്പണിംഗ് പെയർ ഇതാണ്. അഭിഷേക് ശർമ്മ 21 പന്തിൽ 34 റൺസ് നേടിക്കൊണ്ട് കോർബിൻ ബോഷിന്റെ പന്തിലാണ് ഔട്ടായി പോകുന്നത്. ഗൈസ്, വീഡിയോ തുടരും മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. എപ്പോഴും സത്യസന്ധമായിട്ടുള്ള ജെന്യൂൻ ക്രിക്കറ്റ് വാർത്തകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ തുടരാം. ഏതായാലും ഈ ഒരു മത്സരത്തിലെ ഇന്നിംഗ്സിലൂടെ സഞ്ജു സാംസൺ 2 കിടിലൻ മൈൽ സ്റ്റോണുകൾ പിന്നിട്ടിട്ടുണ്ട്. 2 വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള 5ാം T20യിൽ ഇന്ന് 5 റൺസ് നേടിയപ്പോൾ തന്നെ സഞ്ജു അന്താരാഷ്ട്ര T20യിൽ, അതായത് ഇന്റർനാഷണൽ T20യിൽ ഇന്ത്യക്ക് വേണ്ടി 1000 റൺസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ത്യക്ക് വേണ്ടി 1000 റൺസ് അടിച്ച താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പന്തുകൾ എടുത്തുകൊണ്ട് 1000 റൺസ് പൂർത്തിയാക്കുന്ന 3ാമത്തെ താരമായി മാറാനും സഞ്ജു സാംസണിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമതുള്ളത് അഭിഷേക് ശർമ്മയാണ്. 528 പന്തുകളിലാണ് അദ്ദേഹം തന്റെ 1000 റൺസ് പൂർത്തിയാക്കിയതെങ്കിൽ സൂര്യകുമാർ യാദവ് 573 പന്തുകളാണ് എടുത്തിട്ടുള്ളത്. 679 പന്തുകളിൽ ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും ഒരേപോലെ 1000 റൺസ് ഇന്ത്യക്ക് വേണ്ടി പൂർത്തിയാക്കിയിട്ടുണ്ട്. സഞ്ജു ഒരു കിടിലൻ മൈൽ സ്റ്റോൺ തന്നെയാണ് പിന്നിട്ടിട്ടുള്ളത്. മറ്റൊരു ഗംഭീര നേട്ടം എന്തെന്ന് വെച്ചാൽ T20യിൽ 8000 റൺസ് നേടുന്ന 6ാമത്തെ ഇന്ത്യൻ താരം മാത്രമായിട്ടുണ്ട് സഞ്ജു സാംസൺ. മുൻ ക്യാപ്റ്റന്മാരായിട്ടുള്ള വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, മുൻ താരം ശിഖർ ധവാൻ, ഇപ്പോഴത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, KL രാഹുൽ എന്നിവരൊക്കെ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ലിസ്റ്റിൽ പെടുന്നുണ്ട്. അങ്ങനെ ഒരു എലൈറ്റ് ക്ലബ്ബിലാണ് ഇപ്പോൾ മലയാളി താരം സഞ്ജു സാംസണും ഇടം പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം തിളങ്ങിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.